വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ ക്യാമറ പ്രസന്റ്ലി ഉണ്ടാവുന്ന അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം ആക്ഷൻ ക്യാമറ സെഗ്മെന്റിൽ നമുക്ക് കുറേ ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ലീഡിംഗ് ബ്രാൻഡുകളായിട്ടുള്ള ഗോപ്രോയും അതുപോലെ തന്നെ DJI, നമുക്ക് Insta360. അപ്പോൾ ഇവരെല്ലാം തന്നെ നമുക്ക് കുറേ ചെറിയ ചെറിയ ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ SJ Cam എന്നൊക്കെ പറയുന്നത് അതിൽ വൺ ഓഫ് ദി ബ്രാൻഡാണ്. ഇപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് SJ Camന്റെ, പിന്നെ ഡിജിടെക്കിന്റെ, പിന്നെ കുറേ ബ്രാൻഡുകളുണ്ട് അതുപോലെ തന്നെ. പക്ഷെ അതൊക്കെ കുറേ എണ്ണം ഒരു 90% നോക്കിക്കഴിഞ്ഞാൽ ചൈനീസ് സാധനങ്ങൾ റീബ്രാൻഡ് ഇറക്കുന്നതാണ്. ഇപ്പോൾ ഡിജിടെക് ഒക്കെ ചൈനീസ് സാധനം റീബ്രാൻഡ് ഇറക്കുന്നതാണ്. SJ Cam പിന്നെയും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഓരോ ഉണ്ടായിരുന്നു. പക്ഷെ അത് C100 എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ 5000-6000 രൂപയുടെ മോഡലാണ്. നമുക്കത് മെയിൻ വീഡിയോ പർപ്പസിനായിട്ടൊന്നും ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അത്ര ക്വാളിറ്റി സംഭവമൊന്നും കിട്ടില്ല. പിന്നെ അതിൽ സ്റ്റെബിലൈസേഷനൊന്നും വലിയ എന്താ പറയുക ബെനിഫിറ്റ് ആയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ടൊരു ഒരു കറക്റ്റ് ആക്ഷൻ ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ മിക്ക ആൾക്കാരും പോകുന്നത് Insta360ലും അതുപോലെ തന്നെ നമ്മുടെ DJIന്റെ ക്യാമറാസിലും ആക്ഷൻ ക്യാമറാസിലും അതുപോലെ തന്നെ ഗോപ്രോയിലൊക്കെയാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇതുപോലത്തെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഗോപ്രോ ഹീറോ 9 ആയിരുന്നു. അയ്യോ എനിക്കത് മതി അത്രയും വേസ്റ്റ് സാധനം. ഒരു അരമണിക്കൂർ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അത് വലിഞ്ഞ് നമുക്ക് തലയ്ക്ക് വരാതാവും. അത് പിന്നെ അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് വലിഞ്ഞ് ഏതോ ഒരു നമ്മൾ 5-6 കൊല്ലം പഴയ സാംസങ് ഫോണൊക്കെ ഉപയോഗിക്കുന്ന പോലെയാണ്, 10 കൊല്ലം പഴയ സാംസങ് ഫോണൊക്കെ ഉപയോഗിക്കുന്ന പോലെയാണ്. അമ്മാരി ലാഗാണ് സാധനം. 10ഉം കണക്ക് തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇപ്പം പിന്നെ 12 ഒക്കെ പിന്നെയും കുഴപ്പമില്ലാണ്ട് ആക്കിയിട്ടുണ്ട്. പക്ഷേ വേറെ സോഫ്റ്റ്വെയർ ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ അത് സെൽ ഔട്ട് ചെയ്തിട്ട് ഞാൻ അത് അപ്പം തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗോപ്രോയിലേക്ക് പോയില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ എടുത്ത പരിപാടിയാണ് DJIന്റെ ആക്ഷൻ 4 എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മൾ കോംബോ അല്ല എടുത്തത്, ഇത് നോർമൽ മോഡൽ നമ്മൾ എടുത്ത്. പിന്നെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ അത്യാവശ്യം കുറേ അക്സസറീസ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ആവശ്യമുള്ള അക്സസറീസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സാധനത്തിന്റെ എനിക്ക് എന്താ പറയുക സോഫ്റ്റ്വെയർ സൈഡും അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ആപ്പും ഉണ്ട്. അതിൻ്റെയൊക്കെ സ്മൂത്ത്നെസ് കണ്ടിട്ടുണ്ടല്ലോ, ഗോപ്രോ ഒക്കെ ഓടി കണ്ടെത്തി പോയിരിക്കണം. അമ്മാരി സോഫ്റ്റ്നെസ് ആണ്. ഇത് ചൈനീസ് ആണ്, അത് അമേരിക്കനാണ്. അത് വേറെ വ്യത്യാസം ഇല്ല. അതുകൊണ്ടാണ് അമേരിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഗോപ്രോ എടുത്തത്. പക്ഷേ ഇത്രയും ഒരു സാധനം ഞാൻ വേസ്റ്റ് ക്യാമറ ഞാൻ ഇതിലിട്ട് ഇത്രയും കാലത്തായിട്ട് യൂസ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഹീറോ 9 ഒരു അത് 30-40,000 കൊടുത്തെടുത്ത സാധനമായിരുന്നു. അയ്യോ അതിനായിട്ടും ഭേദം വല്ല 5000 രൂപയുടെ ചൈനീസ് സാധനം എടുത്താൽ മതിയായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചത് അത് പോകണമെന്നില്ല, സെൽ ഔട്ട് ചെയ്യാൻ പറ്റാന്നില്ല. ലാസ്റ്റ് ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് അത് OLX സെൽ ഔട്ട് ആയത്. അപ്പോൾ ഈ സാധനം ആക്ഷൻ 4 ആണ്. ഇത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര സ്മൂത്ത് ആണ്. ഫേംവെയർ അപ്ഡേറ്റ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ബോക്സിൽ നമുക്ക് ഇങ്ങനെ ഒരു കേസ് കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് കേസ് വാങ്ങിയാൽ എക്സ്ട്രാ 6000 രൂപ കൊടുക്കണം, അത് വേറെ കാര്യം. പിന്നെ നമുക്കൊരു Type-C to Type-C കേബിൾ വരുന്നുണ്ട്. ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല, നമുക്ക് ഇഷ്ടംപോലെ കേബിൾസ് അവൈലബിൾ ആണല്ലോ. പിന്നെ നമുക്കൊരു സ്റ്റിക്കർ ഇതിനോട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കണക്ട് ചെയ്യാനുള്ള ഒരു ഡോങ്കിൾ. നിങ്ങൾക്ക് അറിയിക്കും ഇത് ഫുൾ മാഗ്നറ്റിക് പരിപാടിയാണ്. നമ്മുടെ ഗോപ്രോ പോലെ എന്താ പറയുക ടൈറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും അല്ല, സ്ക്രൂ ഒന്നുമല്ല. നമുക്ക് സ്ക്രൂ ആകെ ട്രൈപോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഇത് മാത്രമേ ഉള്ളൂ. അതും സ്ക്രൂ അല്ല, ഫുള്ളി കണ്ടു. ഇത് ഇപ്പോൾ ഞാൻ ട്രൈപോഡിൽ കണക്ട് ചെയ്തേക്കുന്നത് ഇതുണ്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ അമർത്തിയിട്ട് സാധനം എടുക്കാം. ഫുള്ള് മാഗ്നറ്റിക്കിൻ്റെ പരിപാടിയാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു വാങ്ങിച്ച സാധനമാണ് നമ്മുടെ ഈ സാധനം. ഇത് നമ്മുടെ നെക്കിലിട്ടിട്ട് നമുക്ക് ഈ ക്യാമറ നെക്കിലിട്ടിട്ട് നമുക്ക് POV ഷോട്ട്സ് ഒക്കെ സുഖമായിട്ട് എടുക്കാം. ഇതിങ്ങനെ ലോക്ക് ചെയ്താൽ മതി. ഇത് ഡിജിടെക്കിന്റെ ബ്രാൻഡിൻ അല്ല, ഡിജിടെക് അല്ല, സോറി, എപ്പോഴെങ്കിൽ ഡിജിടെക് എന്ന് തന്നെ DJIന്റെ ഒറിജിനൽ ഈ സാധനം ഈ സാധനം ഉണ്ട്. പക്ഷെ അതിന് വില കൂടുതലാണ്. ഇത് നമ്മുടെ ഇതിന്റെ ബ്രാൻഡ് നെയിം എന്തായിരുന്നു? ഇത് നമുക്ക് 2-3 യൂണിവേഴ്സൽ ബ്രാൻഡിനൊക്കെ അവൈലബിൾ ആണ്. ഇത് ടെലീസിന്റെ ആണ്. ഇതിനായിട്ടും കുറഞ്ഞ മോഡലുണ്ട്. 1500 രൂപയ്ക്ക് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ലിങ്ക് കിട്ടിയിടാം. ഇത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഇതിൽ വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നമ്മുടെ സുജിത് ഭക്തനൊക്കെ സാധനം എടുക്കുന്നത് ഈ പരിപാടി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കൈ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഈ സാധനം കൊണ്ടിട്ട്. നല്ല ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നീക്കാം. അപ്പോൾ അത്രയും അൺകംഫർട്ടബിൾ ഒന്നല്ല ഈ സാധനം ഇടുമ്പോൾ. അതൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ DJI ക്യാമറ അതിൽ സുഖമായിട്ട് ഫിറ്റ് ആവുകയും ചെയ്യും. അത് വേറെ കാര്യം. അത് മാഗ്നറ്റിക് പരിപാടി തന്നെയാണ്. നമുക്കിവിടെ ഒരു ഈ സാധനം ഉണ്ടല്ലോ, ഇത് DJI അല്ല, മിക്ക എല്ലാ സാധനവും ഇതിൽ ഫിറ്റ് ആവും. ഇതുണ്ടോ, ഇതും മാഗ്നറ്റിക് ആണ്. ഇത് നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധനം നമുക്ക് തിരിച്ചിങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കാം. എടുത്ത് കാണിച്ചത് ഇത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് മാഗ്നറ്റിക് ആണ്. കണ്ടോ, ഇവിടെ കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് സുഖമായിട്ട് ലോക്ക് ചെയ്യും ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ലോക്കായി അടയ്ക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ അക്സസറീസ് ഇവരെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ബാക്കപ്പും കിട്ടുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു സാധനമാണ്. പിന്നെ നമുക്കിതിൽ DJIന്റെ സോഫ്റ്റ്വെയർ സൈഡിൽ ഗുണം എന്താ വെച്ചാൽ നമുക്കിത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ വെബ് ക്യാം പോകുന്ന സാധനം. നമുക്ക് ഈ സാധനം വേണമെങ്കിൽ വെബ് ക്യാമായിട്ട് ഉപയോഗിക്കാം. ഞാൻ കുറച്ച് എൻ്റെ ലൈവ് വീഡിയോസൊക്കെ 2-3 വീഡിയോസൊക്കെ ഞാൻ അതുകൊണ്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവും. നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ഓൺ ചെയ്തൊന്ന് കാണിച്ചു തരാം. നമ്മൾ അധികം വ്ളോഗിങ്ങൊന്നും ചെയ്യാറില്ലെങ്കിലും പക്ഷേ അത്യാവശ്യമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം ഇനി നമ്മുടെ നമ്മളൊരു പുതിയ ഓഫീസ് ചെയർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇത് വെച്ചെടുത്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ നമുക്കത് വ്ളോഗിങ് സ്റ്റൈൽ തന്നെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇത് കാണില്ലല്ലോ. ഇതാണ് നമ്മുടെ ഓൺ ആയതുണ്ട്. എന്ത് ഫാസ്റ്റാണെന്ന് അറിയാം സാധനം. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. സോണി ഒന്ന് ഫോക്കസ് ചെയ്യണ്ടു. ഇതിൻ്റെ ക്വാളിറ്റി കണ്ടു. അത്യാവശ്യം നല്ല ഓട്ടോ ഫോക്കസും വരുന്നുണ്ട്. അതാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സംഭവങ്ങൾ ഗോപ്രോ ആയിട്ടും ഇതുമായിട്ടും.
പിന്നെ ഇതിൽ നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ എന്ത് സ്മൂത്താന്ന് അറിയാം. ഇതുണ്ടോ സ്മൂത്ത് കണ്ടു. മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ നമുക്ക് അടിച്ചുകൊണ്ടിരിക്കണം, പണ്ടത്തെ നമ്മുടെ കപ്പാസിറ്റീവ് സ്ക്രീനൊക്കെ ഇല്ല അതുപോലെയാണ്. പിന്നെ ഇതിൽ നമുക്ക് ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, ആപ്പിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. വെറുതെ DJI Mimo എന്നാണ് ഇതിൻ്റെ ആപ്പിൻ്റെ പേര്. ഇത് ഒരു യൂണിവേഴ്സൽ ആപ്പാണ് DJIൻ്റെ. സ്മൂത്തായിട്ട് നമുക്ക് ഫേംവെയർ സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് കാലമായി കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേക്കാം. ഫേംവെയർ അപ്ഡേറ്റ് മിക്കതും വന്നിട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ലോഗിൻ ലോഗൗട്ടൊക്കെ ആയോ എന്ന് വെച്ചാൽ കുറച്ച് കാലം ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യാൻ എന്താ പറയുക, ഫേംവെയർ അപ്ഡേറ്റിന് ശേഷം നമ്മളിത് കണക്ട് ചെയ്തിട്ടില്ല. അതിലിപ്പോൾ ഓൾറെഡി കണക്ട് കാണിക്കുന്നുണ്ട്. കണ്ടു, ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ ആപ്പിളിൻ്റെ സാധനം പോലെയാണ്. നമുക്ക് എന്തെങ്കിലും സാധനം ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കാണിക്കില്ലേ, പൊന്തി വരും സോഫ്റ്റ്വെയർ പോപ്പപ്പ്. അപ്പോൾ ഇത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടു, ഇതിൽ ഓൾറെഡി ഫേംവെയർ അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട്. മുകളിൽ നിങ്ങൾക്ക് കൂടെ കാണുന്നുണ്ടെന്ന് അറിയും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഐഫോൺ മാറ്റി കഴിഞ്ഞിട്ട് നമ്മളിത് കണ്ടു. ഇപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ കാണിക്കുന്നുണ്ടോ, അത്രയും സ്മൂത്ത സാധനം ഇതാ കണ്ടു. പ്രസന്റ് ലാഗും സംഭവമൊന്നും ഇല്ല. കണ്ടു, അതൊക്കെ വേറെ സോഫ്റ്റ്വെയർ ഒക്കെ കണ്ടുപടിയും നമുക്ക് GoProക്കെ. പിന്നെ നമുക്ക് ഒരു ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു, നമുക്ക് എന്തായാലും ഫേംവെയർ അപ്ഡേറ്റ് കൊടുക്കാം. 164 MB വരുന്നുണ്ട്. മൈനർ ബഗ്സുകളും സംഭവങ്ങളൊക്കെ ഫിക്സുകൾ മാത്രമേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ DJI ആക്ഷൻ ക്യാമറ. നിങ്ങൾക്കും ഇത് ബെസ്റ്റ് ബൈയിങ്ങിന് നമുക്ക് സാധനം വാങ്ങിക്കാം. 30,000 രൂപേന് പ്രൈസ് വരുന്നത്. ഞാൻ വാങ്ങിച്ചപ്പോൾ ആ റേഞ്ച് തന്നെയായിരുന്നു, ഇപ്പം കുറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ മറ്റേ ഈ ഗിംബിൾ വരുന്ന സാധനം വാങ്ങിക്കാം. പക്ഷെ അത് ഇതുപോലെ എന്താ പറയുക, റഫ് ആൻഡ് ടഫ് ആയിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അതൊരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗിംബിൾ ഒടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെയും കിടിലൻ ക്യാമറ അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സെൻസറും അത്യാവശ്യം വലിയ സെൻസറാണ്, അത്യാവശ്യം ലൈറ്റ് ക്യാപ്ചറിങ് സെൻസർ തന്നെയാണ്. കറക്റ്റ് 1 ഇഞ്ച് സെൻസർ അല്ലെങ്കിലും നമ്മുടെ GoProൻ്റെ കാട്ടൊക്കെ വലിയ സെൻസറാണ്. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് മോഡൊക്കെ നിങ്ങൾ ഓൾറെഡി വീഡിയോ ഒക്കെ കണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ വീഡിയോ ഒന്നും എടുത്ത് കാണിക്കാത്തത്. നമ്മളൊരു ഷോർട്ട് റിവ്യൂ പോലെ പറഞ്ഞാണ്. അപ്പോൾ നിങ്ങളൊരു 30,000 രൂപയുടെ ഒരു ആക്ഷൻ ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചു ഞാൻ ഗ്യാരണ്ടി പോലെ പറയാം. DJIൻ്റെ ആക്ഷൻ 4 വാങ്ങിക്കട്ടെ. ഇപ്പോൾ കറണ്ട് പ്രൈസ് എനിക്ക് ഞാൻ നോക്കട്ടെ. എന്തായാലും ഇവരെ നോർമൽ മോഡലിന് എന്തായാലും ഇതിൻ്റെ പ്രൈസ് അങ്ങനെ കുറയാറില്ല. ഇപ്പോൾ GoProൻ്റെ ഒക്കെ നല്ലോണം പ്രൈസ് കുറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ അങ്ങനെ പ്രൈസ് അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ഔട്ടൊന്നും ആവാറില്ല. എനിക്കിപ്പോഴും തോന്നുന്ന ഒരു 30,000 ആ റേഞ്ച് തന്നെ ആയിരിക്കുള്ളൂ. DJI ആക്ഷൻ 4 ഞാൻ ഇത് ആമസോണിൽ വാങ്ങിച്ചേട്ടാ. ഇപ്പോഴും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അഡ്വഞ്ചർ കിറ്റിന് 40,000 വരുന്നുണ്ട്, നോർമൽ കിറ്റിന് 30,000 വരുന്നുണ്ട്. അത്ര ഡിഫറൻസ് തന്നെ. മറ്റേൽ വരെ നമുക്ക് എക്സ്ട്രാ ബാറ്ററി സംഭവങ്ങളൊക്കെ വരും. അത് നിങ്ങൾക്ക് അത്യാവശ്യം ആവശ്യമുണ്ടെങ്കിൽ വ്ളോഗിനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. എന്താ വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് നല്ലതായിരിക്കും. പക്ഷേ ഇതിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ ഇപ്പോൾ ഫേംവെയർ അപ്ഡേറ്റ് കൊടുത്തു, നിങ്ങൾക്ക് ഇവിടെ ഇത് കാണിക്കുന്നത് കാണുന്നതായിരിക്കും. അപ്ഡേറ്റ് ഇൻ പ്രോഗ്രസ് 2 മിനിറ്റ് ഞാൻ കാണിക്കുന്നുണ്ടോ. അപ്പോൾ കിടിലൻ സാധനം കേട്ടോ, കണ്ണും പൊട്ടി വാങ്ങിക്കാം. നല്ല ഡിഫറൻസ് ഉണ്ട് GoPro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. GoPro 12 ഇതിൻ്റെ ക്വാളിറ്റി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ലോ ലൈറ്റിൽ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 വീഡിയോസും കാണാത്ത 2 ചാനൽസും കാണാത്ത പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജും കാണാത്ത പോയി കണ്ടു നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ പേജ് ഫോളോ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ajmd.bank support സന്ദർശിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈസി ആയിട്ട് തന്നെ കിട്ടാനും ചാൻസ് കൂടുതലാണ് കേട്ടോ, മറക്കണ്ട. പഠിത്തില്ലാണ്. ബൈ.